മാവേലിക്കരയിലെ വിജയപ്രതീക്ഷ എത്രത്തോളമാണ് ഇടതുപക്ഷത്തിന്? 100% വിജയത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഞങ്ങൾ ഫെബ്രുവരി മാസം 27-ാം തീയതിയാണ് പ്രചരണം ആരംഭിച്ചത്. അന്നു മുതൽ തന്നെ 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം. ഇപ്പോൾ അതിൻ്റെ ഒരു ഘട്ടം തീരാറായിട്ടുണ്ട്. ജനം പൂർണ്ണമായി തീരുമാനിച്ചു കഴിഞ്ഞു ഒരു മാറ്റം വേണമെന്ന്. മാവേലിക്കര മാറാൻ വേണ്ടി പോവുകയാണ്. അതിനകത്ത് വേറെ തർക്കമൊന്നുമുള്ള കാര്യമല്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇടതുപക്ഷത്തിന് അനുകൂലമായ പ്രധാനപ്പെട്ട ഘടകം 7 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 7 MLA നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് ഈ മണ്ഡലത്തിൽ. അതുതന്നെ പറഞ്ഞാൽ മതി നമുക്ക് വോട്ട് കിട്ടാൻ. ആ 7 MLA നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് പറയുമ്പോഴാണ് ഇതേ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാർലമെൻറ്റ് മെമ്പറുടെ വികസനത്തെക്കുറിച്ച് ജനം ചിന്തിക്കുന്നത്. ഇങ്ങനെ 7 MLA ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല? അതാണ് ഇവിടെ വിലയിരുത്തുന്നത്. നിലവിൽ MP കൊടിക്കുന്നിൽ സുരേഷ് സാർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? എനിക്ക് ആ ചോദ്യം വ്യക്തമായില്ല. നിലവിലെ MP യുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മണ്ഡലത്തെ നോക്കി കണ്ടതാണോ അതോ മണ്ഡലത്തെ നോക്കി കണ്ടത്? ഞാനിവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ സമയത്ത് ജനങ്ങളെല്ലാം ആദ്യ റൗണ്ട് കാണുമ്പോൾ അവരുടെ എല്ലാം പ്രതികരണം എന്നോട് പറഞ്ഞിരുന്നത്, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവില്ല, ഞങ്ങൾ ആർക്കും വോട്ട് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു സ്വാഭാവികമായിട്ട് എന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞത് ഞങ്ങൾ വോട്ട് കൊടുക്കില്ല. ഞാൻ പറഞ്ഞല്ല, ഞാൻ ഒരു ചെറുപ്പക്കാരനാണ്, എനിക്ക് വോട്ട് തരണം. ഇല്ല, നിങ്ങൾക്കും തരത്തില്ല. നിങ്ങൾ ഇവിടുന്ന് ജയിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ വീണ്ടും ഞങ്ങളെ കാണാൻ വേണ്ടി വരുന്ന ആളാണല്ലേ, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ഞങ്ങളോട് പെരുമാറുന്നത് എന്നാണ് ഇവിടുത്തെ ജനം ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് ഞാൻ അവരോട് കൊടുത്ത ഒരു ഉറപ്പ്, വാഗ്ദാനം എന്നൊക്കെ വേണേൽ പറയാൻ പറ്റുന്നത്, 100% ഈ മണ്ഡലത്തിൽ തന്നെ വരുന്ന നാളുകളിൽ ഈ നാടിൻ്റെ ക്ഷേമത്തിനനുസരിച്ച് നിലകൊള്ളുന്ന ആളായിരിക്കും ഞാൻ എന്നാണ് അവരോടെല്ലാം പറഞ്ഞത്. അപ്പോൾ ജനത്തെ സംബന്ധിച്ച് ജനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വികാരമുണ്ട്. ഈ നാട്ടിൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ക്ഷേമത്തിനും എല്ലാം നോക്കി നിൽക്കുന്ന ആളായിരിക്കണം അവരുടെ പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള ഒരു പൊതുവികാരമുണ്ട്. അപ്പം അത് വെച്ച് തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി എന്താണ് ഇവിടുത്തെ ഒരു പൊതുവികാരം എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതുതന്നെയാണ് ഇവിടുത്തെ വികസനം. അല്ലേ? നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും ധാരാളം നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അതെല്ലാം ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കാണുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് നിർണായകമായ തീരുമാനങ്ങളെടുക്കാൻ, അഭിപ്രായങ്ങൾ പറയാനെല്ലാം കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ്. അതുകൊണ്ട് തന്നെ ജനമാകെ ചിന്തിക്കുന്നതും ഇടതുപക്ഷം ഇത്തവണ വിജയിച്ചു വരണം, ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻറ്റ് മെമ്പർമാർ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഉണ്ടാകണം. കാര്യം എന്തെന്നാൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാനൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷം ഉണ്ടാകണം. അത് ഇവിടെ നന്നായി നമുക്കറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ജനങ്ങളെ കാണാൻ പോകുമ്പോൾ ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളാരും നോക്കിയിട്ട് ഒരു ഭരണവിരുദ്ധ വികാരവും കാണുന്നില്ല. എന്താണ് ഈ ഭരണവിരുദ്ധ വികാരം എന്നാണ് ഇപ്പം നമ്മൾ തിരക്കി നടക്കുന്നത്. ഭരണത്തിനെതിരായൊരു വികാരം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്താണെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ജനങ്ങൾക്കും ആ ചിന്തകളൊന്നുമില്ല. ജനങ്ങൾ എവിടെയാണ് ഈ ഭരണം മോശമാണെന്ന് പറഞ്ഞത്? ആകപ്പാടെ ഇടയ്ക്കൊരു അസ്വാരസ്യം പോലെ 1-2 ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ടായത് ക്ഷേമ പെൻഷനെ സംബന്ധിച്ചാണ്. അത് കൊടുക്കാൻ തുടങ്ങിയില്ലേ? അതിൻ്റെ കാരണം എന്തായിരുന്നു? സാമ്പത്തികം എവിടെ നിന്നാണ് കിട്ടാതിരുന്നത്? കോടതി പോയി കേസ് പറഞ്ഞ് മേടിച്ചല്ലേ ഇപ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. അതൊക്കെ ജനത്തിന് പഴയ പോലൊന്നുമല്ല, നല്ല ധാരണയുണ്ട്. എല്ലാവരും അവരൊക്കെ തന്നെ എന്താ പറയുന്നത്, നല്ല സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതൊക്കെ നോക്കുന്നുണ്ട്. അവർ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഏറ്റവും നന്നായിട്ടാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ജനത്തെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കോൺഗ്രസ് സംവിധാനത്തിൽ ആളുകൾ നിൽക്കുന്നില്ല, അവരെല്ലാം BJPയിലേക്ക് പോകുന്നു.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ആരാലും വിലക്കെടുക്കുവാൻ കഴിയാത്ത നിലപാടുകളുള്ള ഏക പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർലമെൻറ്റ് മെമ്പർമാരായിരിക്കും. അതാണ് ഈ നാടും ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് 18 പേരെ വിജയിച്ച് വിട്ടാണ് അവരെന്ത് ചെയ്തു. അതുകൊണ്ടൊക്കെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ ഈ പറയുന്ന സർവേകളൊന്നുമല്ല, കണ്ടോണം ഇത്തവണത്തെ റിസൾട്ട്. വയനാട്ടിൽ ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ്. എന്താണ് താങ്കളുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? രാഹുൽ ഗാന്ധിയൊക്കെ വയനാട്ടിൽ വന്ന് അല്ല മത്സരിക്കേണ്ടിയിരുന്നത്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടിയിരുന്നത് BJPക്കെതിരായി ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലത്ത് പോയി മത്സരിക്കണമായിരുന്നു. അതാണ് നമ്മുടെ അഭിപ്രായം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആ മാവേലിക്കരയിൽ അത് വെല്ലുവിളിയാകുമ്പോൾ? ഒരിക്കലുമില്ല. വയനാടൊക്കെ വലിയ മത്സരമാണ് വാനി രാജ നടത്തുന്നത്. പഴയ സാഹചര്യമൊന്നുമല്ല. പഴയ സാഹചര്യമൊന്നും നമ്മളങ്ങനെ കരുതിയില്ല. അതൊക്കെ കണ്ടറിയാം. വയനാടൊക്കെ ഫലം വരട്ടെ. കഴിഞ്ഞ കാലത്തെ അവസ്ഥയൊന്നുമല്ല. ഇവിടെയൊന്നും അങ്ങനെ ഇത്തവണ അത്ര എഫക്റ്റുകളൊന്നുമില്ല. ഒരെഫക്റ്റുകളുമില്ല. ഇവിടെയുള്ളത് എന്താ പറയുന്നത്, ഈ നാടിനോടൊപ്പം ചേർന്ന് നിന്ന ആളുകൾ ഈ ജനതയ്ക്ക് വേണ്ടി നിൽക്കാതെ അവർ 5 കൊല്ലക്കാലം എന്തെടുക്കുകയായിരുന്നു എന്നാണ് ഈ ജനത ചോദിക്കുന്നത്. അവസാനം സംസ്ഥാന സർക്കാരിന് കോടതിയിൽ പോയി കേസ് നടത്തി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തേണ്ടി വന്നു. അതിന് വേണ്ടിയിട്ടല്ലേ ഈ പറയുന്ന ആളുകൾ പോകേണ്ടത്. മെമ്പർ ഓഫ് പാർലമെൻ്റ് എന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ പോയി അഭിപ്രായം പറയണം. അല്ലെങ്കിൽ പാർലമെൻറ്റ് കിട്ടാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അനുകൂലമായി സംസാരിക്കണ്ടേ, അതിനുവേണ്ടി നിലകൊള്ളണ്ടേ? അത് ചെയ്തിട്ടില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ധാരാളം അജണ്ടകൾ രൂപീകരിക്കേണ്ടത്, അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ BJPയുടെ ഈ കേരളത്തിലെ അജണ്ടയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനത്രയും പൊളിറ്റിക്കലായ മറുപടികളൊന്നും പറയുന്നില്ല. അക്കാര്യത്തിലൊക്കെ കേരളത്തിലൊരു ജനാധിപത്യ സംവിധാനമുള്ള സ്ഥലമാണ്. വടക്കേന്ത്യൻ സംസ്ഥാനം പോലെയൊന്നുമല്ല. വളരെ പ്രബുദ്ധരായ ജനമാണ്. അവരതിൻ്റെ ശരിയും തെറ്റും ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ കണ്ടെത്തി അതിനെ പ്രതികരിക്കുകയും അതിന് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നവരാണ് കേരളത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ഇടതുപക്ഷത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? നമ്മളെപ്പോഴും എല്ലാ കാലത്തും മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. സംസ്ഥാനത്ത് നന്നായി ഭരണം നടത്തുന്നുണ്ട്. ഒരുപാട് ജനകീയമായ പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. നമ്മളിപ്പം പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ഈ കേരളത്തിന് കിട്ടാനുള്ള ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആര് വേണം? പാർലമെൻറ്റ് മെമ്പർമാർ വേണം. പക്ഷേ അത് ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻറ്റ് മെമ്പർമാർക്കേ അത് കഴിയത്തുള്ളൂ. വേറെ ഇവിടുന്ന് പോയവർ അത് 5 കൊല്ലം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രസക്തിയെല്ലാം ഈ നാടിന് തന്നെയാണ്, ഇടതുപക്ഷത്തിനാണ്.